ഏറ്റവും ഭീകരമായ യുദ്ധക്കളം നമ്മുടെ മനസ്സാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ജയവും തോൽവിയും തകർച്ചയുമെല്ലാം ഈ യുദ്ധക്കളത്തിലാണ് നിർണയിക്കപ്പെടുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം ഇയ്യോബ് വായ് തുറന്ന് തൻ്റെ ജന്മദിനത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ആ നാൾ ഇരുണ്ടു പോകട്ടെ. മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ. പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ. ഇയ്യോബ് ഇപ്രകാരം പറയുവാനിടയായത് തൻ്റെ മനസ്സിൽ നടക്കുന്ന മാനസിക സംഘർഷം മൂലമാണ്. ഇയ്യോബിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആ ദുഃഖത്തിൽ തൻ്റെ ജന്മദിവസത്തെ താൻ ശപിച്ചുവെങ്കിലും പ്രത്യാശ കൈവെടിയാതെ ദൈവത്തിൽ ആശവച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വളരെ ദുഃഖകരമായ അവസ്ഥയിൽ സ്വയം ശപിക്കേണ്ട അനുഭവമുണ്ടായിട്ടും ഇയ്യോബ് തകർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു. മാനസിക പ്രശ്നത്തിനടിമയാകുന്നവരുടെ ജീവിതത്തിൽ അതീവ ഗൗരവമായ യുദ്ധം നടക്കുന്നുണ്ടാവും. അവരുടെ ഹൃദയത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകൾ തകർന്നു വീഴും. ചിന്തിക്കുവാനും ജോലി ചെയ്യുവാനും നന്മ പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് നഷ്ടമാകും. ഇത് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും കെടുത്തും. നാം നന്മയായിട്ടുള്ളത് മാത്രം ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ ബലപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിരിക്കണം നമ്മുടെ ചിന്തകൾ. നാം ചിന്തിക്കുന്നത് എന്തെന്ന് നമ്മുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകൾ മനസ്സിനെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തി കളയുന്നതും തകർത്തു തരിപ്പണമാക്കി കളയുന്നതുമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഓളം തല്ലുവാൻ നാം അനുവദിക്കാതിരിക്കുക. ഇതാണ് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത്.